പുലർമഞ്ഞ് കയറി വെളിച്ചം വന്നു തുടങ്ങിയ ആ പ്രഭാതത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ ചൂട് പിടിച്ചെരിയുന്ന തൻ്റെ ശരീരവും ഉള്ളും തണുപ്പിക്കുമായിരുന്നു വൈഭവ്. ഷവറിൻ്റെ ചോട്ടിൽ നിന്ന് ആ വെള്ളം തലയിൽ വീഴുമ്പോൾ ഉള്ളിൽ ശിവയായിരുന്നു. രാത്രി അവൾ റൂമിലേക്ക് വന്നില്ല. അപ്പമ്മയ്ക്കൊപ്പം ആയിരുന്നു ഈ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ രാവിലെ അവൾ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ സംസാരിക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. കുളി കഴിഞ്ഞ് ടർക്കിയും കൊണ്ട് തല തുവർത്തി ബാത്റൂമിൽ നിന്നിറങ്ങിയതും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകുന്നവളെയാണ് വൈഭവ് കണ്ടത്. അവൾ ഇട്ടിരിക്കുന്ന സൽവാർ കണ്ടതും മനസ്സിലായി പെണ്ണ് എവിടെയോ പോകാൻ തയ്യാറായി എടുക്കുവാണെന്ന്. ശിവാമി എവിടെ പോവുക? അവൻ ചോദിച്ചു. എന്നാൽ ശിവയിൽ നിന്ന് യാതൊരു പ്രതികരണവും വന്നില്ല. നിന്നോടാ ചോദിച്ച ശിവേ, നീ എവിടെ പോവുകയാണെന്ന്? അവൻ്റെ ശബ്ദം കനത്തു. ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് വൈഭവ് വർമ്മയെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ കണ്ണാടിയിൽ കൂടി കാണുന്ന വൈഭവിൻ്റെ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചതും അവൻ്റെ പൂച്ചക്കണ്ണുകൾ ഒന്ന് കോർത്തു. മുടിയിലൊരു ക്ലിപ്പിട്ട് മേശപ്പുറത്ത് നിന്ന് ഒരു പേഴ്സ് എടുത്ത് കയ്യിൽ പിടിച്ച് വെട്ടിത്തിരിഞ്ഞു നടന്നു ശിവ. പെടുന്നന്നെ അവളുടെ കയ്യിൽ വൈഭവിൻ്റെ പിടുത്തം വീണു. എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കാനില്ലെങ്കിലോ? അവൻ്റെ കൈ തട്ടി മാറ്റി വാശിയോടെ പറഞ്ഞു ശിവ. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇന്നലെ അഞ്ജലിക്കിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ചെയ്തത് എല്ലാം മറന്നു എനിക്ക് വീണ്ടും മാനസാന്തരം വന്നെന്നു? നിങ്ങളുമായി ഇനി ഒരു ബന്ധത്തിന് ഞാനില്ല എന്ന് കളിവാക്ക് പറഞ്ഞതല്ല ശിവാമി. വൈഭവ് വർമ്മയുടെ വാടക ഭാര്യ പദവി വേണ്ടെന്ന് ഞാനങ്ങ് വെച്ചു. ഉച്ചത്തോടെ അവൾ പറഞ്ഞത് വൈഭവിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി പൊടിഞ്ഞു. സിദ്ധുവിൻ്റെ കാറിൽ അവനൊപ്പം ഇരുന്നു പോകുമ്പോൾ ശിവയുടെ മനസ്സിൽ മുഴുവൻ തലേ രാത്രിയിൽ നടന്ന സംഭവങ്ങളായിരുന്നു. നടാഷയെ കാണാനിടയായതൊക്കെ. സിദ്ധുവേട്ടാ, ഇതാരാ ലോക്കാക്കിയേ? വാഷ്റൂമിൽ കതക് തുറക്കാൻ ആഞ്ഞ് പരിശ്രമിക്കുന്നവനെ നോക്കി ശിവ ചോദിച്ചു. അറിയില്ലടി, പക്ഷേ പൂട്ടിയത് ആരാണേലും ആളകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇത് ചെയ്തേക്കുന്നേ. ഇല്ലേൽ ഇവിടെ കിടന്ന് ഇത്രയും ഉച്ചത്തിൽ നമ്മൾ കൊട്ടി വിളിച്ചിട്ടും ആരും കേട്ടില്ലെന്ന് പറഞ്ഞാൽ സമൺ പ്ലാൻ ദിസ്. ആരോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാ. സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞതും ശിവയുടെ മനസ്സിലേക്ക് ഓടി വന്നത് അഞ്ജലിയുടെ മുഖമാണ്. ഫംഗ്ഷന് മുഴുവൻ തന്നിലേക്ക് ദേഷ്യത്തോടെ നോക്കി നിന്നവളെ അവൾ ഓർത്തു. സിദ്ധുവേട്ടാ, ഫോണില്ലേ കയ്യിൽ? ഒന്ന് വിളിച്ചേ ആരേലും. എൻ്റെ കയ്യിൽ എൻ്റെ മൊബൈൽ ഇല്ലടി. അപ്പു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ ഫോൺ വാങ്ങിയിരുന്നു. അപ്പോഴാ ഞങ്ങൾ നിൻ്റെയും വൈഭവിൻ്റെയും വഴക്ക് കണ്ടേ. സിദ്ധു പറഞ്ഞത് കേട്ട് നിരാശയോടെ തലയിൽ കൈവച്ചു ശിവ. എന്ത് ചെയ്യും ഇനി? സിദ്ധുവേട്ടൻ പറഞ്ഞതുപോലെ ഇത് ട്രാപ്പാണെങ്കിൽ ഇപ്പോൾ വരും മാണിക്യമംഗലത്തുകാർ എല്ലാവരും കൂടി തങ്ങളെ കൈയോടെ പിടിക്കാൻ. എങ്ങനെ രക്ഷപ്പെടും? അവൾ ടെൻഷനോടെ ആലോചിച്ച് നിന്നതും പെട്ടെന്ന് ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. തുറന്ന വാതിലിന് മുന്നിൽ നിന്നയാളെ കണ്ട് സിദ്ധുവും ശിവയും ഞെട്ടി. നടാഷ, സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു. പേരറിയില്ലെങ്കിലും ആളെ മനസ്സിലായ ശിവയുടെ മുഖത്തും ദേഷ്യം നിഴലിച്ചു. റിയലി? ഒരു ഉപകാരം ചെയ്ത ആളെ നോക്കി പേടിപ്പിക്കുകയാണോ സിദ്ധു? നടാഷയിൽ കളിച്ചിരി നിറഞ്ഞു. അപ്പോൾ ഇത് നിന്റെ കളിയാണല്ലേടി? നിന്നോട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ നടാഷ, വൈഭവുമായോ അവനുമായി ബന്ധപ്പെട്ട ഒന്നിലും നിന്റെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ലെന്ന്? സിദ്ധു അരിശത്തോടെ അവൾക്ക് നേരെ ചെന്നു. കൂൾ സിദ്ധ, കൂൾ. ഇത്രയും ടെമ്പർ ആകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും പോലെ ഞാനല്ല നിങ്ങളെ ഇതിനകത്ത് പൂട്ടിയത്. ചിരിയോടെ നടാഷ പറഞ്ഞു. വേറെ ആര്? സിദ്ധു ചോദിച്ചു. അതെനിക്കെങ്ങനെ അറിയാം? ഞാനാണ് നിങ്ങളെ പൂട്ടിയതെങ്കിൽ എനിക്കിപ്പോൾ തുറക്കേണ്ട കാര്യമുണ്ടോ? അവൾ ചോദിച്ചതും അത് ശരിയാണല്ലോ എന്ന പോലെ ശിവ സിദ്ധുവിനെ നോക്കി. ഇത് ചെയ്തത് ആരാണേലും അവർ ആളെയും കൂട്ടി ഇപ്പോൾ ഇങ്ങെത്തും. സിദ്ധുവിനെയും ശിവാമിയെയും ഇവിടെ ഇട്ട് പോക്കാൻ. കല്യാണ റിസപ്ഷൻ ഒരിടത്ത് നടക്കുമ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരനുമായി ശിവാമിക്ക് ബാത്റൂമിൽ എന്തായിരുന്നു പണിയെന്ന് വരുന്നവർ ചോദിക്കും. അതാ ഇനി നടക്കാൻ പോകുന്നേ. നടാഷ പറഞ്ഞതും സിദ്ധു ഒന്നടങ്ങി. അവൾ ഉപദ്രവമല്ല, ഇപ്പോൾ സഹായമാണ് ചെയ്തതെന്ന് അവന് മനസ്സിലായി. ഐ ആം സോറി. പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. എനിവേ താങ്ക്സ്. ശിവ, നീ വാ. ആരെങ്കിലും വരും മുന്നേ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ പോണോ സിദ്ധ? നടാഷ അവനെ തടഞ്ഞു. ഇവിടെ ഒരു സീൻ കാണാൻ വന്നവർ ആളെ കൂട്ടി വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് നമുക്ക് കാണിക്കേണ്ടേ? ശിവാമിയെ സിദ്ധുവിനൊപ്പം പ്രതീക്ഷിക്കുന്നിടത്ത് ഞാനായാലോ? വാട്ട്? ചിരിയോടെ നടാഷ ചോദിച്ചതും സിദ്ധു ഞെട്ടലോടെ വിളിച്ചു. അവൾ പറയുന്നതിലും കാര്യമുണ്ട് സിദ്ധുവേട്ടാ. എനിക്കും അറിയണം ഇതിന് പിന്നിൽ ആരെന്ന്. അത്രയും നേരം മിണ്ടാതെന്ന് ശിവ പറഞ്ഞു. അത് ശരിയാണെന്ന് സിദ്ധുവിനും തോന്നി. ഒന്ന് കളിക്കാമെന്ന് അവനും ഓർത്തു. അങ്ങനെ നടാഷ അകത്തേക്ക് കയറിയതും ശിവ പുറത്തേക്കിറങ്ങി. ബാത്റൂം ഡോർ വീണ്ടും പുറത്തുനിന്ന് ലോക്കാക്കി. എന്നിട്ട് ആരെയും കാണാതെ അവിടെ മറഞ്ഞു നിന്നു. എന്താ ശിവ ആലോചിക്കുന്നേ? സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് തലേന്നത്തെ കാര്യങ്ങൾ ഓർത്തിരുന്ന ശിവ ഞെട്ടി അവനെ നോക്കി. ഏയ് ഒന്നുമില്ല സിദ്ധുവേട്ടാ, ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തതാ. ഇനി ഡോക്ടർ ആകുമോ നടാഷയെ നമുക്കടുത്തേക്ക് വിട്ടത്? ഏയ് വിച്ചു ഒന്നും അറിഞ്ഞിട്ടില്ലടി. ഞാൻ രാവിലെ അനിയേട്ടനുമായി സംസാരിച്ചിരുന്നു. നീയുമായി വഴക്കിട്ട ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകാൻ പോയി. കാറിൽ കയറി അവനെ പിടിച്ചിറക്കിയത് അനിയേട്ടനാ. അവർ ഹാളിൻ്റെ ഫ്രണ്ടിൽ പാർക്കിങ്ങിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അപ്പുവ അനിയേട്ടനെ വിളിച്ച് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് വരാൻ പറഞ്ഞത്. സിദ്ധു പറഞ്ഞതും ശിവയ്ക്ക് വീണ്ടും കൺഫ്യൂഷനായി. വൈഫിൻ്റെ കളിയാണ് നടാഷ എന്നായിരുന്നു അവൾ ഓർത്തെ. ഡോക്ടർ വിട്ടതല്ലെങ്കിൽ നടാഷ എന്തിനു എന്നെ സഹായിച്ചു?
ശിവ സംശയത്തോടെ ഓർത്തു. എന്ത് ന്യായമാണെന്ന് പറഞ്ഞാലും സ്വന്തം മകൻ്റെ ജീവിതത്തിലെ നല്ല ദിവസത്തിന് നീ വരാതിരുന്നത് ഒട്ടും ശരിയായില്ല മഹി. നിന്റെ ചോരയാ വൈഭവ്. എന്ത് പ്രശ്നവും നിങ്ങൾ തമ്മിൽ ഉണ്ടായി എന്നിരിക്കട്ടെ. പക്ഷേ നീ ഒന്ന് മനസ്സ് വെച്ച് ആ ഫംഗ്ഷന് വന്നിരുന്നേൽ അത് മതിയായിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരു ഇളക്കം തട്ടാൻ. ചിലപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് വൈഭവിന് നിന്നോടൊരു സോഫ്റ്റ് കോർണർ വന്നേനെ. മുന്നിൽ നിൽക്കുന്ന മകന് നേരെ ദേഷ്യത്തോടെ പറഞ്ഞു ശേഖരൻ. മഹേന്ദ്രൻ ഇന്നലത്തെ റിസപ്ഷനിൽ നിന്ന് മാറി നിന്നതിൻ്റെ ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു. ഇരുവരും തറവാട്ടിലെ തെക്കേ വശത്തെ ബാൽക്കണിയിൽ നിൽക്കുവാണ്. അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായി ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഒരു കമ്പനിയിൽ തുടങ്ങിയ ലേബേഴ്സ് തമഴ ഇപ്പോൾ മറ്റു സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടുപോയതാ, മഹേന്ദ്രൻ ദയനീയമായി പറഞ്ഞു. വെറുതെ ഇല്ലാത്തത് പറയണ്ട മഹി. ഓഫീസിലെ ഒട്ടുമിക്ക സ്റ്റാഫും ഇന്നലെ ആ ഫംഗ്ഷന് വന്നു. അവർക്ക് വരാമെങ്കിലാണോ മുതലാളിയായ നിനക്ക് വരാൻ ബുദ്ധിമുട്ട്? നിനക്ക് ശിവമോളെയും ചൈത്രയെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതല്ലേ നീ മാറി നിൽക്കുന്നേ? അച്ഛാ, എന്തൊക്കെയായി പറയുന്നേ? ശിവമോളെ ഞാൻ എൻ്റെ ഉണ്ണിയുടെ പെണ്ണ് എന്നതിലുപരി എൻ്റെ മോളായാണ് കാണുന്നത്. പിന്നെ ചൈത്ര, ആ കുട്ടിയെ അനിയുടെ ഭാര്യയാക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ശരിയാ, അത് ആ കുട്ടി മനോനില തെറ്റിയ പെൺകുട്ടിയാണെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ. മാനസിക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരു പെണ്ണ് എൻ്റെ മകന് വധുവായി വരുന്നതിൽ ഞാൻ അനിഷ്ടം കാണിച്ചു, അത്രയുള്ളൂ. അല്ലാതെ ആ കുട്ടിയോട് എനിക്കെന്തിനാ വെറുപ്പ്? മഹേന്ദ്രൻ തൻ്റെ നില വ്യക്തമാക്കി. അസുഖം ശരീരത്തിന് മാത്രമല്ല മനസ്സിന് സംഭവിക്കാം മഹി. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും നടക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ പേരും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തുമ്പോൾ നീ ഒന്ന് ഓർക്കണം. ചങ്ങലക്കിടേണ്ട സ്ഥിതി വന്നില്ലെന്നേയുള്ളൂ. മനസ്സ് കൈവിട്ടുപോയ ഒരു പെങ്ങൾ നിനക്കുമുണ്ടെന്ന്. അതിന് കാരണക്കാർ നമ്മളുമാണെന്ന് അത് മറക്കേണ്ട. മഹിയെ നോക്കി അരിശത്തോടെ പറഞ്ഞ് ശേഖരൻ അവിടെ നിന്ന് പോയി. നെഞ്ചിൽ ശൂലം കണക്കെ കുത്തിയിറക്കിയ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് മഹി തറഞ്ഞു നിന്നു. പൊട്ടിച്ചിരിച്ചു കളിച്ചു നടന്ന കുഞ്ഞു പെങ്ങളുടെ സന്തോഷച്ചിരി എന്നേക്കുമായി തട്ടിത്തെറിപ്പിച്ചതൊക്കെ അയാൾക്ക് ഓർമ്മ വന്നു. ചുവന്ന കണ്ണുകൾ നിറയാൻ തുടങ്ങി. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അയാൾ ആഗ്രഹിച്ചു പോയി. അപ്പോൾ മാണിക്യമംഗലത്തെ പുതിയ ഒരു മരുമകൾക്ക് ഭ്രാന്താണല്ലേ, കൊള്ളാം. അവിടെ തൂണിൻ്റെ മറവിൽ നിന്ന് ഈ സംസാരം എല്ലാം കേട്ട വിദ്യ ഗൂഢമായ ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. ശിവ തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും വൈഭവൻ്റെ കാർ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയായി. ഇയാൾ ഇതുവരെ പോയില്ലേ എന്ന് മനസ്സിലോർത്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് കയറി. നേരെ അപ്പുവിൻ്റെ മുറിയിലേക്കാണ് പോയത്. പ്രതീക്ഷിച്ച പോലെ അപ്പുവും ചിത്തുവും അവിടെ ഉണ്ടായിരുന്നു. കട്ടിലിൽ കാൽ നീട്ടി ചാരിയിരിക്കുന്ന ചിത്തുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് അവളോട് കാര്യമായിട്ട് സംസാരിക്കുകയാണ് അപ്പു. ആഹാ, നട്ടുച്ചയ്ക്ക് രണ്ടിൻ്റെയും പരിപാടി കൊള്ളാലോ. ശിവ അകത്തേക്ക് കയറിക്കൊണ്ട് കളിയോടെ ചോദിച്ചു. ശിവയെ കണ്ട രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റു. പോയിട്ടും വരും വരെ നോക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചല്ലേ, അതുപോലെ തന്നെ ദാ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ വല്യേട്ടത്തി അമ്മയെ. അപ്പു ചിത്തുവിനെ പിടിച്ചുകൊണ്ട് ശിവയോടായി പറഞ്ഞു. ഓ, ആയിക്കോട്ടെ കാന്താരി, നീ ഇപ്പോൾ പോയി എനിക്കിത്തിരി തണുത്ത വെള്ളം എടുത്തിട്ട് വാ, ചെല്ല്. അപ്പുവിൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് പിച്ചി ശിവ പറഞ്ഞത്. ഇപ്പോൾ കൊണ്ടുവരാം എന്നും പറഞ്ഞ് അപ്പു താഴേക്ക് ഓടി. നടാഷിയെ കാണാൻ പോയിട്ട് എന്തായി ശിവ, കണ്ടോ നീ അവളെ? അപ്പു പോയതും ചിത്തു ശിവയോട് ചോദിച്ചു. ശിവ ഇല്ലെന്ന് തലയാട്ടി. അവരുടെ വീട്ടിലില്ലായിരുന്നു. സിദ്ധുവേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വെച്ച് വിളിച്ചു നോക്കി, പക്ഷേ കിട്ടിയില്ല. ശിവ നിരാശയോടെ പറഞ്ഞു. നിനക്ക് അവളെ കാണണമെന്ന് തന്നെ ഉണ്ടോ ശിവ? ചിത്തു ഇത്തിരി അനിഷ്ടത്തോടെ ചോദിച്ചു. നടാഷയാണ് ശിവയെയും സിദ്ധുവിനെയും ഹെൽപ്പ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും എന്തോ അവളോട് ഒട്ടും താല്പര്യം തോന്നിയില്ല ചിത്തുവിന്. ഭർത്താവിൻ്റെ ഒളിക്കാമുകയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലേടാ. കുറേ സംശയങ്ങൾ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട് എന്നെ. അതിൻ്റെ ഒരു ഉത്തരം വേണം, അത്രയേ ഉള്ളൂ. ശിവ ചിത്തുവിനെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞതും ചിത്തു അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. നീ കഴിച്ചോ? ഇല്ല, നീ വരാൻ നോക്കിയിരിക്കുമായിരുന്നു. അപ്പമ്മ 1-2 തവണ വന്ന് വിളിച്ചിട്ട് പോയി. എന്നാ വാ, നമുക്ക് താഴേക്ക് പോകാം എന്നും പറഞ്ഞ് ശിവ ചിത്തുവുമായി താഴേക്ക് ചെന്നു. താഴെ ഡൈനിങ് ഹാളിൽ ശേഖരനും മഹേന്ദ്രനും മുത്തശ്ശിയും പിന്നെ ആദിയും ഇരിപ്പുണ്ട്. ശിവയും ചിത്തുവും വന്നതും അപ്പവും ഓടി അവർക്കൊപ്പം കൂടി. ആ, മോള് വന്നോ? അത്യാവശ്യത്തിന് ബാങ്ക് വരെ പോയെന്ന് ചൈത്രമോള് പറഞ്ഞു. എന്തായി പോയ കാര്യമൊക്കെ നടന്നോ? ശിവയെ കണ്ട മുത്തശ്ശൻ ചോദിച്ചു. അത് ശരിയല്ല മുത്തച്ഛ, ഒന്നുകൂടി പോകേണ്ടി വരും. ചിത്തുവിനെ ഒന്ന് നോക്കി ശിവ അദ്ദേഹത്തോട് പറഞ്ഞു. അനിയും ഉണ്ണി എവിടെ? അവരെ കൂടി വിളിക്കാമായിരുന്നില്ലേ? മുത്തശ്ശി ചോദിച്ചതും ചിത്തുവും ശിവയും പരസ്പരം നോക്കി. ഞാൻ പോയി വിളിച്ചിട്ട് വരാം ഏട്ടന്മാരെ. ഏട്ടത്തിമാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ പോലെ അപ്പു ചാടിക്കേറി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും കണ്ടത് പടികൾ ഇറങ്ങി താഴേക്ക് വരുന്ന അനിയെയും വൈഭവിനെയുമാണ്. അവരിങ്ങെത്തിയല്ലോ. എന്നാ മക്കളെല്ലാം ഒന്നിച്ചിരിക്കെ. മുത്തശ്ശി ചിരിയോടെ വിളിച്ചതും ഓരോരുത്തരായി ഇരിക്കാൻ തുടങ്ങി. ചിത്തുവിൻ്റെ കൈപിടിച്ച് അപ്പു ചെന്നിരുന്നതും അനി അവർക്കൊപ്പം ഇരുന്നു. അതോടെ മേശയുടെ ഒരു വശം ഫുള്ളായി. പിന്നെ അപ്പുറത്തെ സൈഡിൽ മഹേന്ദ്രനും ആദിയുമാണ് ഇരിക്കുന്നത്. അവർക്കിടയിൽ ഒരിടവും. ആദിക്ക് അപ്പുറം ഒരു സീറ്റുമുണ്ട്. ശിവ വേഗം ചെന്ന് അച്ഛനും ആദിക്കും നടുക്കായിരുന്നു. വൈഭവ് ഇത് ശ്രദ്ധിച്ചു. അവൻ ചെന്ന് ആദിയുടെ അരികിൽ നിന്നതും കാര്യം മനസ്സിലായ ചെക്കൻ ഒന്ന് എഴുന്നേറ്റു. ഇരിക്കടാ അവിടെ.
ദൈവം തമ്പൻ വന്നു നിന്നാലും വിളമ്പിയ ആഹാരത്തിന് നിന്ന് എഴുന്നേറ്റ് പോകരുത്, മനസ്സിലായോ? ആദിയുടെ കൈക്ക് പിടിച്ച് വലിച്ചു അവനെ തിരികെ ഇരുത്തി ദേഷ്യത്തിൽ ശിവ പറഞ്ഞതും ചെക്കൻ മനസ്സിലായി എന്ന നിഷ്കുഭാവത്തിൽ തലയാട്ടി. ശിവ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വൈഭവിന് മനസ്സിലായി. അവൻ ആദിക്കപ്പുറത്ത് സീറ്റിലിരുന്നു. സൗദാമിനിയും വാമികയും ഊണ് വിളമ്പാൻ തുടങ്ങി. മോളെ ശിവ. കഴിക്കുന്നതിനിടയിൽ മഹേന്ദ്രൻ വിളിച്ചതും ശിവ തലയുയർത്തി നോക്കി. ഹോസ്പിറ്റൽ HR പോസ്റ്റിലേക്ക് മോൾ ഉടനെ ജോയിൻ ചെയ്യില്ലേ? അത് ഞാൻ പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ചില്ല അച്ഛാ. നമ്മുടെ ഹോസ്പിറ്റലിലേക്കല്ലേ മോളെ, അതിനെന്താ ഇത്ര ആലോചിക്കാൻ? ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജ് മോളെ ഏറ്റെടുത്താൽ സിദ്ധുവിന് മെയിൻ ഓഫീസിലേക്ക് ചുമതല കൊടുക്കാം. അപ്പോൾ അവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതാ. മഹേന്ദ്രൻ പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ വൈഭവിലേക്ക് നീണ്ടു. വൈഭവ് ആൾറെഡി മോളുടെ ജോയിനിങ് പേപ്പർ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ നോട്ടം കണ്ട മഹി പറഞ്ഞു. എന്നാ അത് നല്ല കാര്യമല്ലേ മോളെ. ഉണ്ണി, നിന്റെ അഭിപ്രായം എന്താ? ശിവമോൾ നാളെ മുതൽ പോകട്ടെ? എനിക്കിപ്പോൾ ഞാൻ നാളെ മുതൽ ജോയിൻ ചെയ്തോളാം മുത്തശ്ശ. വേറെ ആരോടും അഭിപ്രായം ചോദിക്കണ്ട. മുത്തശ്ശൻ ചോദിച്ചതിന് മറുപടി പറയാനാഞ്ഞ വൈഭവിനെ മുഴുവിപ്പിക്കാതെ അവനെ പാടെ അവഗണിച്ചുകൊണ്ട് ശിവ ഇടയ്ക്ക് കയറി പറഞ്ഞു. മിടുക്കി, അത് നന്നായി. ശിവയെ അഭിനന്ദിച്ചു മഹി പറഞ്ഞതും വൈഭവിൻ്റെ മുഖത്ത് കോപം തിളച്ചു. തന്നോട് അവൾ കാണിക്കുന്ന അവഗണനയ്ക്കുപരി മഹേന്ദ്രനോടുള്ള അവളുടെ സംസാരം അവനൊട്ട് സഹിച്ചില്ല. ദേഷ്യം വന്നവൻ ചാടി എഴുന്നേറ്റ് ഇരുന്ന കസേര പിറകിലോട്ട് തള്ളി എഴുന്നേറ്റ് പോയി. ഉണ്ണി, എന്തായി കാട്ടണേ? നീ കഴിക്കുന്നില്ലേ? വേണ്ട, വയർ നിറഞ്ഞു. തിരിഞ്ഞു നോക്കാതെ തന്നെ മുത്തശ്ശിക്കുള്ള മറുപടി നൽകി വൈഭവ് കയറിപ്പോയി. ശിവ ആ ഭാഗത്തേക്ക് നോക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അമ്മയ്ക്കും മോൾക്കും സമാധാനമായല്ലോ. ഒന്നും വേണ്ട വേണ്ടാന്ന് നിന്നോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞതാ. എന്നിട്ട് കേട്ടോ? കവളിൽ ഐസ് പാക്കറ്റും പിടിച്ചുകൊണ്ടിരുന്ന അഞ്ജലിയെ നോക്കി സുരേഷ് ചീറി. ചേട്ടൻ എന്തിനാ കിടന്ന് മോളോട് ഒച്ച വയ്ക്കുന്നേ? അതിന് മാത്രം ഇപ്പോൾ എന്താ ഇവിടെ ഉണ്ടായേ? അഞ്ജലിയുടെ മുറിക്ക് അകത്തേക്ക് കയറി വന്ന വിദ്യ സുരേഷിനോട് നേരെ അലറി. എന്താ ഉണ്ടായെന്നല്ലേ? എടി, അച്ഛൻ ഇന്ന് രാവിലെ എന്നോട് പറയുക, വീടിൻ്റെ പണിയും കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ, ഇതുവരെ അങ്ങോട്ടേക്ക് താമസം മാറാൻ ആയില്ലേ നമുക്കെന്ന്. എന്തു പറയും ഞാൻ? ഇത്രയും വർഷമായി ഇവിടെ താമസിക്കുന്നു. ഇതുവരെ ഇവിടുന്ന് പോകാൻ അച്ഛനോ അമ്മയോ പറഞ്ഞോ? ഇന്ന് പറഞ്ഞു. അതിന് കാരണം നിങ്ങൾ അമ്മയും മോളുമാ. ഇനിയും വൈഫിൻ്റെ പിറകെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് കേട്ടോ? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? സുരേഷ് അരിശത്തോടെ ചോദിച്ചു. ഓ, അതിനാണോ ഈ ദേഷ്യം? എങ്കിലേ ഏട്ടൻ ഒന്ന് അറിഞ്ഞോ, നമ്മൾ ആരും ഇവിടുന്ന് പോകേണ്ടി വരുന്നില്ല. നമ്മളല്ല, ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തുകൊണ്ട് വന്നവളുമാർ തന്നെ ഉടനെ പോകും. അവരെ പറഞ്ഞു വിടാനുള്ള ഒരു ബോംബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദേണ്ടേ പിന്നെയും തുടങ്ങി. ഡി വിദ്യേ, നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ. ഇതേ അസുഖം വേറെയാ. തള്ളയും മോളും കൂടി എന്താണെന്ന് വെച്ച് ആയിക്കോ. ഞാനില്ല ഒന്നിനും. വിദ്യ പറയുന്നത് കേട്ട് സഖി കെട്ട സുരേഷ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഭാര്യയും മകളെയും ഒന്നിരുത്തി നോക്കിയിട്ട് മുറിക്ക് ഇറങ്ങിപ്പോയി. അമ്മ എന്താ അച്ഛനോട് പറഞ്ഞേ? അവളുമാരെ ഓടിക്കാനുള്ള എന്ത് കിട്ടിയെന്ന് ബെഡിൽ നിന്നിറങ്ങി വന്ന അഞ്ജലി ചോദിച്ചതും ഒക്കെ പറയാം പതിയെ. കുറച്ച് ആളും ബഹളമൊക്കെ ആയിട്ടെ ഞാനിത് പൊട്ടിക്കൂ. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടെ എല്ലാവരും കഴിയട്ടെ. ചുണ്ടിൽ വിരിഞ്ഞ വിജയച്ചിരിയോടെ വിദ്യ പറഞ്ഞു. അമ്മ പറഞ്ഞത് മനസ്സിലാവാതെ നെറ്റിച്ചുളിച്ചു അഞ്ജലി അവരെ നോക്കി. അന്ന് രാത്രി മംഗൾസ് ഗ്രൂപ്പ്സ് ടെക്സ്റ്റൈൽസ് ഗോഡൗൺ എന്ന് വലിയ അക്ഷരങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ആ കമ്പനിയുടെ മുന്നിൽ നിന്നതും അയാളുടെ കണ്ണുകൾ ചുവന്നു. തൻ്റെ കയ്യിലുള്ള ഡെറ്റനേറ്റർ എടുത്ത് അതിലെ ബട്ടൺ പ്രസ് ചെയ്തത് നേരത്തെ തന്നെ സെറ്റ് ചെയ്തു വെച്ച ആ ഗോഡൗണിൻ്റെ ഉള്ളിലെ പവർ ഹൗസിൽ ഒരു ചെറിയ ബ്ലാസ്റ്റ് ഉണ്ടായി. അതിന് മൂലം തുടങ്ങിയ തീ ആ ബിൽഡിംഗ് മുഴുവൻ വ്യാപിച്ചു. നിമിഷ നേരം കൊണ്ട് ആ കെട്ടിടത്തിനുള്ളിൽ തീ വ്യാപിച്ചു. ചുണ്ടിൽ വരുന്ന ചിരിയോടെ കത്തിയമരുന്ന ആ തീനാളങ്ങൾ നോക്കി നിന്നു സേതുമാധവൻ.